എൻ്റെ ബർത്ത്ഡേൻ്റെ സ്പെഷ്യലായിട്ട് ഫുഡ് അടിക്കാനായിട്ട് ഞങ്ങൾ ഇന്ന് ജ്യൂസിയിലേക്കാണ് കേട്ടോ പോകുന്നത്. നുജുമിൻ്റെ കൂടെ ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ നുജും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കാറ് കയറിയതാ ഞങ്ങളെവിടെ ഇറക്കിയിട്ടിട്ട് അവൻ നേരെ പോണത് കാണില്ലേ. അപ്പോൾ അവനാണെങ്കിൽ ഇവിടെ ഇറങ്ങാൻ പറഞ്ഞിട്ട് കേട്ടില്ല. കാരണം അവൻ ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങനെയുള്ള ഷുഗർ ഐറ്റംസ് ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞ് നേരെ പോയതാണ് കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും സന്തോഷിക്കാൻ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ നേരെ എവിടേക്കെങ്കിലും പോകും, ഫുഡ് അടിക്കും. ഇതാണ് ഞങ്ങളുടെ പരിപാടി. അപ്പോൾ നേരെ ഇന്ന് ഞങ്ങൾ ജ്യൂസിലേക്ക് വീടിൻ്റെ അടുത്ത് തന്നെ ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. നുജും വന്നതുകൊണ്ട് അവൻ്റെ വണ്ടിയിൽ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മമതയൊക്കെ വേറെ ഉള്ളതിനോ അങ്ങോട്ടോ ഒന്നും സ്ഥലം തപ്പി നടക്കില്ല. നേരെ ഇങ്ങോട്ട് പോകുന്നു. രാത്രിയല്ലേ. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ കൂടെ പോകുന്നുമില്ല. വന്ന ഉടൻ തന്നെ എന്ത് ഓർഡർ ചെയ്യുന്നുള്ള സെർച്ചിങ്ങിലാണ്. ഇത്തവണ സെർച്ച് ചെയ്തപ്പോൾ ഐറൂസും കാര്യമായിട്ട് എന്തൊക്കെയോ നോക്കുന്നുണ്ട്. അവൻ എന്താണ് കഴിക്കണതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതാ എനിക്ക് പിന്നെ ഒന്നും നോക്കാനില്ല. ഞാൻ വേഗം ചിക്കു ഷേക്കാണ് കേട്ടോ. എവിടെ പോയാലും ചിക്കു ഷേക്ക് നിർബന്ധമാണ് കേട്ടോ. പിന്നെ അയാളെ മോളാണെങ്കിൽ എന്താ പറയുക, കോഫി വിത്ത് ഐസ്ക്രീമോ, കൂൾ കോഫി വിത്ത് ഐസ്ക്രീം, നീന് കൂൾ കോഫി വിത്ത് ബൂസ്റ്റ്, ഇതും സ്നിക്കേഴ്സിൻ്റെ എന്തോ ഷേക്കും എന്തോ ഓർഡർ ചെയ്തു. അതൊക്കെ വന്ന് ഞങ്ങളിങ്ങനെ അതിൻ്റെ ഒപ്പം തന്നെ കൂടെ കഴിക്കാനായിട്ട് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രെഡ് സാൻഡ്വിച്ച് കേട്ടോ. അപ്പോൾ അതൊക്കെ വെയിറ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ കുറേശ്ശെ കുടിച്ച് ഇങ്ങനെ കാത്ത് കേട്ടോ. വന്നിട്ട് ഒപ്പം കഴിക്കാമെന്ന് കരുതിയിട്ട് പക്ഷേ ജ്യൂസ് ഒരു വിധം കഴിയാനായപ്പോഴാട്ടോ പിന്നെ എന്താ പറയുക സാൻഡ്വിച്ച് എത്തിയത്. അങ്ങനെ ആ ബ്രെഡ് സാൻഡ്വിച്ച് എത്തിയിട്ടുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കലായി, വീഡിയോ എടുക്കലായി. ഇപ്പോൾ ഫുഡ് കഴിക്കണതിന് മുന്നേ എന്തായാലും ഫോട്ടോയും വീഡിയോസും നിർബന്ധമാണ് അല്ലേ. അപ്പോൾ ഐറൂസ് ആണെങ്കിൽ എല്ലാവരെയും ഇച്ചിരി ഇങ്ങനെ കഴിക്കണുണ്ട്. അവൻ അങ്ങനെ കൂടുതൽ കൊടുക്കണില്ല. കാരണം എനിക്ക് കഫക്കെട്ടോ കാര്യങ്ങളോ ഉണ്ടാവുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ സാൻഡ്വിച്ചിൽ നിന്ന് ബ്രെഡ് മാത്രം എടുത്തിട്ട് ചെറിയ പീസ് കൊടുത്തു കേട്ടോ. മയോണൈസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ആവാതെ കൊടുത്തേ. അങ്ങനെ ഇത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ ജ്യൂസും സാൻഡ്വിച്ചൊക്കെ തീർത്ത് കൊടുത്ത് ബില്ലൊക്കെ അടിച്ച് പോവാണ്. ഞങ്ങൾ തിന്ന അതേ സാധനങ്ങൾ തന്നെ എൻ്റെ ഹസ്ബൻഡിന് പാർസലായിട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബില്ലൊക്കെ അടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.